ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ സ്പെഷ്യൽ പാവയ്ക്ക കൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് എനിക്ക് കുറച്ച് നല്ല ഓർഗാനിക് പാവയ്ക്ക ഇവിടെ തന്നെ ഉണ്ടായ ഒരു വെളുത്ത പാവയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഫാമിലി എനിക്ക് തന്നതാണ്. അപ്പോൾ ഈ പാവയ്ക്ക കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നല്ലൊരു തേങ്ങാപ്പാലിൽ വെച്ച കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്ത, അധികം കനം കുറയ്ക്കേണ്ട, ഒരു മീഡിയം കനത്തിൽ നമുക്ക് സ്ലൈസായിട്ട് ഇതുപോലെ അരിഞ്ഞ് പാവയ്ക്കയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിതുപോലെ തിരുമ്മി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1.5 സവാള, 2 ഉണ്ടമുളക്, ഇതിലെ ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് വയ്ക്കുക. കട്ടി തേങ്ങാപ്പാലാണ് പിന്നെ ആവശ്യമുള്ളത്. ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടായതിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക ഇതിലേക്ക് വറുത്ത് കോരാം. ഒരുപാട് ഡ്രൈ ഫ്രൈ ആക്കേണ്ട, ഒരു മീഡിയം ഡ്രൈ ആയാൽ മതി. എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ നമുക്കൊരു 2-3 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ അധികം ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്കെടുത്ത് മാറ്റാം. ഇതുപോലെ വറുത്ത് കോരി എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ സെയിം ഓയിലിൽ തന്നെയാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും സവാള ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചത് നമുക്കിതിലോട്ട് ചേർക്കാം. എന്നിട്ട് ഈ 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ടി തേങ്ങാപ്പാൽ തന്നെ ഇതിലേക്ക് ചേർക്കണം. ഇതൊന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ മതി. അപ്പോഴേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത നമ്മുടെ പാവയ്ക്ക ഇതിലോട്ട് ചേർക്കാം. പിന്നെ നമുക്ക് നോക്കാം ഉപ്പ് ആവശ്യമുണ്ടോ ഇല്ലയെന്ന്, എന്നിട്ട് ചേർത്താൽ മതിയാവും. ഒന്ന് തള വന്ന് ഒരു മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതുപോലെ വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു അളവിൽ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും, പിന്നെ നമുക്കൊരു ചെറിയ പീസ് ഒരു കുറച്ച് മതിയായിരിക്കും ശർക്കരയോ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയോ നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ കറി വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല രുചിയോടെ കഴിക്കാം. ഒരു ഫിഷ് ഫ്രൈയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.